الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ റമദാൻ അതിൻ്റെ പകുതിയിലെത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ദ്രുതഗതിയിലാണ് നമ്മിൽ നിന്നും ഓരോ ദിവസങ്ങളും കഴിഞ്ഞുപോയ ദിവസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പോയതുപോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇനി ഇങ്ങനെ ഒരു അവസരം അള്ളാഹു നമ്മിൽ ഏകുമോ നൽകുമോ എന്നത് ഒരാൾക്കും തന്നെ നിശ്ചയമല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ക്രിയാത്മകമായി ഉത്സാഹത്തോടുകൂടി, അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോമ്പനുഷ്ഠിക്കുകയും സൽക്കർമ്മങ്ങളിൽ നിരതരാകുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അനാവശ്യമായ സംസാരങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും അത് ബാത്തിലാക്കി കളയുന്ന രൂപത്തിൽ ഒരു പ്രവണതയും നമ്മിൽ നിന്നും ഉണ്ടാവരുത് എന്ന ഇനിയുള്ള ദിവസമെങ്കിലും ആ ഒരു ശാഠ്യത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു മനുഷ്യരാശിക്ക് നൽകുന്ന, വിശ്വാസി സമൂഹത്തിന് നൽകുന്ന വലിയൊരു അവസരം എന്നുള്ള നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാൻ വ്യഗ്രത കാണിക്കേണ്ട നമ്മൾ പലപ്പോഴും അതിനെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിരതരാവുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുഗുണമായ കാര്യമല്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഈ നശ്വരമായ ദുനിയാവിൽ അതിൻ്റെ പളവളപ്പിനും സന്തോഷത്തിനും അതിൽ എന്തൊക്കെ തനിക്ക് ലഭ്യമാകുമോ അതെല്ലാം നേടിയെടുക്കുവാൻ അങ്ങേയറ്റത്തെ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളിൽ ഒരു ചെറിയ ഓഫർ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തിക്കും തിരക്കും ഒക്കെ നമുക്ക് ആലോചിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റാതെ പോയാൽ ആ ഓഫർ കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, മറ്റുള്ളവര് കിട്ടിയല്ലോ എന്ന വേവലാതിയും പരാതിപ്പെടലും ഒക്കെ നമ്മൾ പലപ്പോഴും നടത്താറുള്ള ആളുകളും ഒക്കെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ മാസത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാതോരാതെ കേട്ടവരും മനസ്സിലാക്കിയ ആളുകളൊക്കെയാണ്. ഓരോ ചെറിയ അമലിന് പോലും നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമുള്ള പ്രതിഫലം അള്ളാഹു നൽകും എന്ന് നമ്മളൊക്കെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാസക്കാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അനശ്വരമായ ലോകത്ത് രക്ഷപ്പെടാനുള്ള സകല മാർഗങ്ങളും ഈ മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ട് ആ ഓഫറുകളെയും ആ രൂപത്തിലുള്ള ആനുകൂല്യങ്ങളെയും സ്വീകരിക്കുവാനും സ്വായത്തമാക്കുവാനും നമ്മൾ മടി കാണിച്ചാൽ, അതിൽ അമാന്തം കാണിച്ചാൽ തീർച്ചയായും അതിന്റെ നഷ്ടം നമുക്ക് കൃത്യമായി അനുഭവപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന്മാർ മിക്ക ആളുകളും ഇന്ന് ദുനിയാവിന്റെ പിറകിൽ ഓടിപ്പോവുക. എന്തൊക്കെയാണ് ഇവിടെ വെട്ടിപ്പിടിക്കുവാനും, അത് മറ്റുള്ളവനെ വഞ്ചിച്ചാണെങ്കിലും ശരി, അല്ലെങ്കിൽ അവനെ പറ്റിച്ചിട്ടാണെങ്കിലും ശരി, ഏതെങ്കിലും വിധേന ഈ ദുനിയാവിന്റെ നൈമിഷികമായ താല്പര്യങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കാൻ മനുഷ്യൻ വല്ലാത്ത ജാഗ്രത കാണിക്കുമ്പോ, പ്രിയമുള്ളവരെ, ഈ ഓട്ടം പെട്ടെന്ന് നിലക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട് എന്ന ബോധമാണ് നമ്മിൽ വേണ്ടത്. ഏത് അവസരത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ്, ഏത് നിമിഷത്തിലാണ് എന്റെ ഈ ഓട്ടം, ഈ പാച്ചിൽ പെട്ടെന്ന് നിലക്കുക എന്ന ആ ഒരു ചിന്ത, ഉൾചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പരമയാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, എല്ലാം ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണത്. നമ്മുടെ ഓട്ടം നിലക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം ബോധ്യപ്പെടുന്നു. എന്റെ നഷ്ടങ്ങളെ കുറിച്ചും കഷ്ടതകളെ കുറിച്ചും എന്റെ ലാഭങ്ങളെ കുറിച്ചുമൊക്കെ ആ ഒരു അവസരത്തിൽ, ഈ ഓട്ടം നിലക്കുന്ന അവസരത്തിൽ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ആ ഓട്ടം നിലക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണത്തിന്റെ സന്ദർഭം എന്നുള്ളത് എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന നിമിഷമാണ്. ആ സമയത്താണ് മനുഷ്യന്മാർ പലതും വിട്ടേച്ചു പോയല്ലോ, ഇതെന്തും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു,
ഇനി എന്താണൊരു അവസരം എന്ന് അന്വേഷിക്കുകയും അതിന്റെ പേരിൽ ഖേദിക്കുകയും ചെയ്യുന്ന രംഗമാണ് ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലും മറ്റൊക്കെ ഉണ്ടാവുക. പലതും വിട്ടുപോയി, ഇനി എന്തുണ്ട് അവസരം? ഇനി ഒരു തിരിച്ചു വന്ന് ഒരു തിരിച്ചുവരവ് ദുനിയാവിലേക്ക് ഉണ്ടാകുമോ? ഒരിക്കലുമില്ല എന്ന് ഖുർആൻ നമുക്ക് മുന്നേ തന്നെ നൽകുന്ന മുന്നറിയിപ്പാണ്. എന്നിട്ടും മനുഷ്യന്മാർ അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്തുൽ മുഅ്മിനൂനിൽ അതുപോലെ തന്നെ മറ്റു അനേകം ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അതെ, മരണമാസന്നമായി കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും വിലപിക്കുന്നതാണ്. ഖാല, അവൻ പറയും, റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കിക്കൊണ്ട പടച്ചോനെ. എന്തിനാണ് ആ മടക്കം? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള, ചെയ്യാതെ പോയിട്ടുള്ള, എനിക്ക് ആരോഗ്യവും ആയുസ്സും നീ നൽകിയത് മുഴുവനും ഞാൻ അടിച്ചു തുലച്ച് വേണ്ടാവൃത്തികളിൽ ഒക്കെ ഏർപ്പെട്ട് ചെയ്യേണ്ടതെല്ലാം ബാക്കി വെച്ച് പിന്തിപ്പിച്ച് പിന്നെയാവാം ആ രൂപത്തിൽ ഞാൻ എല്ലാം വൈകിപ്പിച്ചു. പക്ഷേ ഇന്ന് എന്റെ മരണം ആസന്നമായി നിൽക്കുന്ന ഈ സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടേച്ചു പോയല്ലോ. അതുകൊണ്ട് ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ആ ഉപേക്ഷ വരുത്തിയ വിട്ടേച്ചു പോയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു അവസരം കൊണ്ട നാഥ എന്ന് അവൻ അല്ലാഹുവോട് കേണപേക്ഷിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പക്ഷേ അല്ലാഹു തആല പറയുന്നു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവന്റെ വെറും വർത്തമാനം മാത്രമാണ്. ഇത്രയും കാലം അവൻ അവസരം കൊടുത്തിട്ടും കിട്ടിയിട്ടും ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ട് അതൊന്നും വിനിയോഗിക്കാതെ ഈ മരണം അവന്റെ തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുമ്പോ അവൻ വിലപിച്ചിട്ട് യാതൊരു ഫലവുമില്ല, യാതൊരു കാര്യവുമില്ല എന്ന ആ ഒരു സന്ദേശമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓരോ മനുഷ്യന്റെയും ചിന്തയെ തൊട്ടുണർത്തിക്കൊണ്ട് സംസാരിക്കുന്ന വാക്ക് അപ്രകാരമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നഷ്ടബോധമില്ലാത്ത തിരിച്ചുപോക്കാണ് നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യേണ്ടുന്നത്. എല്ലാം നിലച്ചുപോയല്ലോ പടച്ചോനെ, ഇനി എന്ത് ചെയ്യും എന്ന ഖേദത്തിന്റെ ആ മാനസികാവസ്ഥ ഇല്ലാതെ സന്തോഷത്തോടുകൂടി പുഞ്ചിരി തൂകി അതിനെ വരവേൽക്കുവാനും സ്വീകരിക്കുവാനും കണ്ടുമുട്ടുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ എന്തു വേണമെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ അടിയുറച്ച് തൗഹീദിൽ നിലകൊള്ളുന്ന ആളുകളാണ്. അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ആരാധനക്കർഹനായുള്ളൂ. എന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടതകളും മറ്റേത് പടപ്പുകൾ അതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് എന്നും എന്റെ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ എന്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന മുവഹിദുകളായ നാം ഓരോരുത്തരെയും അത് മഹാസൗഭാഗ്യം തന്നെയാണ്. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് ഈ ഹിദായത്തുണ്ടല്ലോ, അത് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ സമ്മാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. എന്നാൽ അതിന് ഉപോത്ബലകമായി എന്തു വേണമെന്ന് ചോദിച്ചാൽ അമലുകൾ കൂട്ടിനുണ്ടാവണം എന്നുള്ളതാണ്. അമല് ചെയ്യാൻ നമുക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ട കാര്യം, നമ്മിൽ നിന്നും നമ്മൾ അറിയാതെ, നമ്മുടെ അനുവാദം ചോദിക്കാതെ, നമ്മെ കാത്തു നിൽക്കാതെ നമ്മിൽ നിന്നും കടന്നുപോയി കൊണ്ടിരിക്കുന്ന രണ്ട് മഹാ അനുഗ്രഹങ്ങളാണ് അമലുകൾ ചെയ്യുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ രണ്ട് മഹാ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യന്മാർ അശ്രദ്ധയിലാണ്. ആ രണ്ട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, പക്ഷേ നമ്മൾ പലപ്പോഴും അതിനെ അവഗണിച്ച് അശ്രദ്ധയിൽ ഇങ്ങനെ പോവാൻ. അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. എന്താണ് നബി പറഞ്ഞത്? നിഅമതാൻ മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അതെ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ ജനങ്ങളിൽ അധിക ആളുകളും അതിൽ അശ്രദ്ധരാണ്, ഗൗനിക്കാതെ പോവാൻ. ഏതൊക്കെയാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹതു വൽ ഫറാഗു. ഒന്ന് സിഹ്ഹത്താണ്, ആരോഗ്യം. രണ്ടാമത്തത് ഫറാഗ്, ഒഴിവ് സമയങ്ങളാണ്. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അമലുകൾക്ക് കരുത്തു പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആരോഗ്യം എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് ഊർജത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി മനസ്സും ശരീരവും അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെ അമല് ചെയ്യുമ്പോ ആ അമലുകൾക്ക് വല്ലാത്ത കരുത്തുണ്ടാകും. ആ ആരോഗ്യ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിങ്കൽ വലിയ സ്വീകാര്യതയാണുള്ളത് എന്നതുകൂടി നാം കൂട്ടത്തിൽ മനസ്സിലാക്കൽ അനിവാര്യമാണ്. നമുക്കറിയാം, ആരോഗ്യമുള്ള സമയത്ത് പല ആളുകളും നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, മറ്റു കർമ്മങ്ങളാവട്ടെ, അതെല്ലാം തന്നെ അവഗണിക്കാറാണ് പതിവ്. എന്നിട്ട് പ്രായാധിക്യം കൂടും. എന്റെ ആരോഗ്യം ക്ഷയിച്ചു, എനിക്ക് അധികകാലം ഇല്ല ഇനി, അതുകൊണ്ട് ഇനി ഇങ്ങനെ പോയാൽ ശരിയാവൂല, ഒന്ന് അമലുകളൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും, മനസ്സാഗ്രഹിക്കും, ശരീരം അങ്ങോട്ടെത്തൂല. ഇതുണ്ടാവുക. അതുകൊണ്ടാണ് ആ രണ്ട് അനുഗ്രഹത്തെ കുറിച്ച് ഒരുപാട് സമയം കിട്ടി. നമുക്ക് ആരോഗ്യമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങൾ എമ്പാടുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യവും ഒഴിവ് സമയവും ഒരുപാടുണ്ടായ സമയത്ത് നമ്മൾ വിചാരിച്ചത് എന്താ, പിന്നീടത്തേക്ക് മാറ്റിവെച്ചു. സമയത്തെ അങ്ങനെ തള്ളി നീക്കി. ആരോഗ്യം എന്നുള്ളത് ഇപ്പൊ ഞാൻ നല്ല കരുത്തുണ്ടല്ലോ, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ആ ചോരത്തിളപ്പിൽ ദുന്യവിയായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു നമ്മൾ. അതുകൊണ്ട് എന്തുണ്ടായി, വാർദ്ധക്യ സഹജമായ സന്ദർഭത്തിൽ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല. നോമ്പെടുക്കാൻ വലിയ താല്പര്യമുണ്ട്, പക്ഷേ എന്റെ ശരീരം അങ്ങോട്ട് എത്തുന്നില്ല. ഹജ്ജ് ചെയ്യാൻ ചില ആളുകളൊക്കെ വാർദ്ധക്യം വരാൻ കാത്തിക്കാണ് ഹജ്ജ് എന്ന കർമ്മം ചെയ്യാൻ. പലപ്പോഴും അങ്ങനെ വേറെ ഏത് കർമ്മങ്ങളും വലിയ ഉത്സാഹത്തോട് ചെയ്യുമ്പോഴും ഹജ്ജിനെ പിന്തിപ്പിക്കുന്നു. എന്തേ കാര്യം? അതൊരു നിഷ്കളങ്കമായ കുട്ടിയുടെ മനസ്സുമായിട്ട് തിരിച്ചു വരാലോ, അതുകൊണ്ട് കുറച്ചുകൂടി പ്രായമായിട്ട് എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങനെയുള്ളൂ. ലാസ്റ്റ് ആവുമ്പോ എന്താവും, കുറെ പ്രായമാകുമ്പോ അത് ചെയ്തു വരുമ്പോ പിന്നെ പാപങ്ങളൊന്നും ഇല്ലാതെ, അങ്ങനെയാണ് പല ആളുകളും ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ അവിടെ പോകുമ്പോ എന്താ ഉണ്ടാവുക വെച്ചാൽ, ആരോഗ്യമില്ലാത്ത മനുഷ്യൻ പോയി കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യാനാണെങ്കിലും ഉംറ ചെയ്യാനാണെങ്കിലും ആ മനുഷ്യന് ഒന്നിനും സാധിക്കുകയില്ല, മറ്റുള്ളവരുടെ കുടുംബം ചെയ്യും. ഇങ്ങനെ സംഭവിക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ ഇതാണ്, നമുക്ക് സാമ്പത്തികമായി ശേഷിയുണ്ട്, സാമ്പത്തികമായി കഴിവുണ്ട്, ശാരീരിക ക്ഷമതയുണ്ട് എങ്കിൽ അത് രണ്ടും എപ്പോഴാണോ യോജിക്കുന്നത് അപ്പൊ പോവുക എന്നുള്ളതാണ്. അപ്പോഴേ പോവേണ്ടതുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പൂത്ത പണമുണ്ട് ആരോഗ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല കാശുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യമില്ല, നിങ്ങൾ പോവേണ്ടതുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സമ്പത്തും ആരോഗ്യവും നിങ്ങളെ സമ്മതിക്കെങ്കിൽ പോയാൽ മതി, അതത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട് പക്ഷെ കയ്യിൽ പൈസ ഇല്ല, പോവാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു മാർഗവും ഇല്ല, കടം വാങ്ങി പോവേണ്ടതുണ്ടോ? ഇല്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളത് ആയ കാലത്ത് എങ്ങനെ പറയും, ആയ കാലത്ത് അതെല്ലാം അവഗണിച്ച് പിന്നീട് പൈസ ഉണ്ടാകും പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല, എന്നാ പോയി കളയാം, അങ്ങനെ പിന്തിപ്പിക്കുന്ന ആളുകൾ പൈസക്ക് സ്വരുക്കൂട്ടി, സമ്പത്തൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കും, അവസാനത്തേക്ക് മാറ്റിവെക്കാൻ പ്രായാധിക്യം കൂടുന്ന സമയത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് വളരെ അനുയോജ്യവും നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്ക്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ മിനൽ ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈറുൻ. അതെ, എന്താണ് അൽ മുഅ്മിനുൽ ഖവിയ്യു? ശക്തവാനായ വിശ്വാസി, ആരോഗ്യമുള്ള വിശ്വാസി, ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്, ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അടിമയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഈ ശക്തവാനായ വിശ്വാസിയെയാണ്, മിനൽ മുഅ്മിനിൽ ദഈഫി, ദുർബലനായ വിശ്വാസിയെക്കാളും. എന്നിട്ട് പ്രവാചകൻ വഫീ കുല്ലിൻ ഖൈറുൻ, രണ്ടുപേർക്കും പുണ്യമുണ്ട്. എന്നിരുന്നാലും പടച്ചോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോഗ്യത്തോടു കൂടി അമലുകൾ ചെയ്യുമ്പോഴാണ്. ഇത് പറയുമ്പോ നമ്മൾ വേറെ രൂപത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതില്ല. ആരോഗ്യമുണ്ടായ സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ചെയ്തില്ല? ആരോഗ്യമുള്ള സമയത്ത് ഞാൻ അവഗണിച്ചു തള്ളി, അതിനെ ഒഴിവാക്കി കളഞ്ഞു, എനിക്കതൊക്കെ കഴിയുമായിരുന്നു. പക്ഷേ ചോരത്തളപ്പിന്റെ സമയത്ത് മറ്റു പല സംഗതികൾക്കും എന്റെ സമയത്തെയും സാഹചര്യങ്ങളെയും നമ്മൾ വിനിയോഗിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആരോഗ്യം എന്നുള്ളത് ഇസ്ലാം വളരെ കണിശമായി നമ്മോട് ആവശ്യപ്പെടുന്ന സംഗതി. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണങ്ങളിലാണെങ്കിലും നിങ്ങളുടെ വ്യവഹാരങ്ങളിലാണെങ്കിലും ഒക്കെ ശരീരത്തെ നിങ്ങൾ കാത്തു സംരക്ഷിക്കുക.
സംരക്ഷിക്കണം, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് ഏത് വിഷയത്തിലാണ് എങ്കിലും അതിന് ദോഷകരമായി ബാധിക്കുന്ന ഒന്നും നിങ്ങളിൽ നിന്നും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന. ഇപ്രകാരമാണല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും പരലോകത്തിലും ആഫിയത്ത് എനിക്ക് നീ നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുവേ, എന്റെ ശരീരത്തിന് നീ കരുത്തു പകരണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ. എന്റെ കാതുകൾക്ക് ശക്തി പകരണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. എന്റെ കണ്ണുകൾക്ക് നീ ശക്തി നൽകണമേ. ലാ ഇലാഹ ഇല്ലാ അൻത. നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല റബ്ബേ. ഈ പ്രാർത്ഥനയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നു, സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ നല്ല ആരോഗ്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെയൊക്കെ നിലയും വിലയും അറിയണമെങ്കിൽ ഇതെല്ലാം ഒന്ന് നഷ്ടപ്പെടണം. അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്നു അല്ലെ. ഒരൽപ്പം ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി അതൊന്ന് നിലച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതൊന്നും നമ്മൾ ഒന്നും അറിയാതെ സുഖമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറന്നു കളയുന്നത് അള്ളാഹുവിനെയും നമ്മുടെ അമലുകളെയുമാണ് എന്ന ബോധം ഉണ്ടാവുക. ആരോഗ്യത്തെ നല്ല രൂപത്തിൽ അമലുകൾക്ക് വേണ്ടി ഒരുക്കാൻ അതിനെ പ്രാപ്തമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിൽ ഇനിയുള്ള വരും ദിനരാത്രങ്ങളെ കൂടുതൽ സജീവമാക്കുവാനും കർമ്മനിരതരായി മുന്നോട്ട് പോകുവാനും ആരോഗ്യവും അതുപോലെ തന്നെ നല്ല മനസ്സും നല്ല സമയവും എല്ലാം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പ് നൽകി അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അവന്റെ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം, അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.